ശ്യാമോ വാ ശ്യാമേ. ഇരിക്കും, ഞാൻ പേപ്പറും പൈസ എടുത്തിട്ട് വരാം. ക്ഷമയം, അടുത്ത മാസത്തോടുകൂടി തന്നെ ഞാൻ ലോൺ ക്ലോസ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. അത് കുഴപ്പമില്ല ചേച്ചി, ചേച്ചി നമ്മളാളല്ലേ, അത് സൗകര്യം പോലെ അടച്ചു തീർത്താൽ മതി. ശ്യാമ, പിന്നെ തൊട്ടപ്പുറത്തെ വീട്ടിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, മായെന്ന പേര്. അവൾ എൻ്റെ അടുത്തൊരു ലോൺ വേണമെന്ന് ആവശ്യപ്പെട്ട്. ചേച്ചി പറഞ്ഞാൽ ഞാൻ കൊടുക്കാം, പക്ഷേ ഇതൊക്കെ പെട്ടെന്ന് അടച്ചു തീർക്കണം, ഇല്ലേ എൻ്റെ ജോലിയാണ് ബാധിക്കുന്നത്. അത് മതി. എന്താ ശ്യാമ നിനക്ക് ഇന്നത്തെ ദിവസം വല്ലാത്തൊരു നോട്ടം? അത് പിന്നെ ചേച്ചി കളക്ഷൻ കിട്ടിയില്ല. ശ്യാമ മറന്നു വിടാം, ഞാനിപ്പോൾ എടുത്തിട്ട് വരാം. ഇല്ല ചേച്ചി, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ചേച്ചിയുടെ ഭർത്താവ് മരിച്ചിട്ട് ഇപ്പോൾ എത്ര വർഷമാവും? ഒരു 3-4 വർഷമായി കാണും. ഇപ്പോൾ ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ? ഒറ്റയ്ക്കായില്ലേ, ജീവിച്ചല്ലേ പറ്റുള്ളൂ. വീട്ടിൽ കുഴപ്പമൊന്നുമില്ല. എന്തു പറ്റി ശ്യാമേ? ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ശ്യാമ എന്താ ഉദ്ദേശിച്ചേ? എനിക്ക് മനസ്സിലായില്ല. ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ചേച്ചിക്ക് മനസ്സിലായി കാണും. അതിനുള്ള പ്രായവും പക്വതയൊക്കെ ചേച്ചിക്കുണ്ട്. ചേച്ചി, നമ്മളൊക്കെ മനുഷ്യരല്ലേ ചേച്ചി? എൻ്റെ കുറേ കാലത്തെ ആഗ്രഹമാണ്, പ്ലീസ് ചേച്ചി. ശ്യാമേ, നീ എന്താ? ചേച്ചിക്ക് ഉണ്ടാവില്ലേ ആഗ്രഹങ്ങളൊക്കെ? ചേച്ചിയുടെ ഭർത്താവ് മരിച്ചിട്ട് ഇത്രയും വർഷമായില്ലേ ചേച്ചി? ശ്യാമേ, ആരെങ്കിലും വരും. പ്ലീസ് ചേച്ചി, ഒരു അരമണിക്കൂർ. ശ്യാമേ, നാണക്കേടാ, വേണ്ട. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല ശ്യാമേ. പ്ലീസ് ചേച്ചി. ശ്യാമേ, ആൾക്കാർ വരും. പ്ലീസ് ശ്യാമേ, ശ്യാമേ. ചേച്ചി എന്താ ചേച്ചി? ചേട്ടനാണോ ലോണിൻ്റെ ആള്? ഒന്ന് പെട്ടെന്ന് ശരിയാക്കി തരാം ചേട്ടാ, അത്യാവശ്യമായിരുന്നു. അല്ല ശ്യാമ, അത് പെട്ടെന്ന് ചെയ്ത് ശരിക്ക് തരാമെന്ന് പറഞ്ഞു അല്ലേ ശ്യാമേ? അതൊക്കെ നോക്കാം. നോക്കിയാൽ പോരാ ചേട്ടാ, എത്രയും പെട്ടെന്ന് ഒന്ന് ശരിയാക്കി തരുമോ? അല്ല മായിപ്പം എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ? അതെന്താ ചേച്ചി എനിക്കിവിടെ വന്നോടെ? അല്ല വരാം,
യാദർശ്യമായിട്ട് പെട്ടെന്ന് അത് നാളെ കല്യാണത്തിന് പോകാനല്ലേ, അപ്പോൾ എപ്പോഴാണ് പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കല്യാണം നമുക്ക് രാവിലെ പോകാം, ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക്. അതാകുമ്പോൾ നമുക്ക് ബസ്സിൽ വരുമല്ലോ, നമുക്ക് പെട്ടെന്ന് ആ ബസ്സിലങ്ങ് പോവാം കല്യാണത്തിന്. ചേട്ടാ ആ ലോണൊന്ന് എത്രയും പെട്ടെന്ന് ശരിയായി തന്നെ, അത്യാവശ്യം എനക്കുണ്ടോ. അപ്പോൾ ഞാൻ പോട്ടെ ചേച്ചി, എനിക്ക് ഒരുപാട് പണിയുണ്ട് വീട്ടിൽ, നാളെ കാണാം. ചേച്ചി കുറച്ച് വെള്ളം. ചേച്ചി ചേച്ചി ക്ഷമ പ്ലീസ്. ചേച്ചി ക്ഷമ വേണ്ട, ക്ഷമ പ്ലീസ് ചേച്ചി പറയുന്നേക്ക് പ്ലീസ്. ചേച്ചി ക്ഷമ തുടരല്, ക്ഷമ വീട്. ക്ഷമ ക്ഷമ ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഞാൻ ഒന്നല്ലറിയ ഇവിടെ ആൾക്കാർ കൂടില്ലേ? എന്താ എടാ ഞാനൊന്ന് ഒച്ച വെച്ച ഇവിടെ ആൾക്കാർ കൂടില്ലേ? ചേച്ചി എന്തോന്ന് നീ കൈവച്ചോ? എടാ ഇവിടെ ഞാൻ ശബ്ദം വെച്ച പോലീസ് വരില്ലേ? നിന്നെ ഇവിടുന്ന് കൊണ്ടുപോവില്ലേ? അതെല്ലാം ഇവിടെ നീ കല്യാണം കഴിഞ്ഞാണോ? കുട്ടികൾ എത്രയുണ്ട്? 2. അപ്പം നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ നിന്ന് ഞാൻ ഒച്ച വെച്ച് ബഹളം വെച്ച് ആൾക്കാർ കൂടി പോലീസ് വന്നു നിന്നെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന നിന്റെ വീട്ടുകാരും കൊച്ചും തൊള്ളയും കണ്ടുള്ള അവസ്ഥ എന്തായിരിക്കും? എങ്ങനെയിരിക്കും? പൊന്നു ചക്ക ഒന്ന് കരയുണ്ടായിരിക്കും. അല്ല നിന്റെ താരി പറഞ്ഞത് കല്യാണം കഴിഞ്ഞ് ഭർത്താവ് മരിച്ച സ്ത്രീകൾക്കൊക്കെ ഇതാണ് പണിയെന്ന്. ചെറുക്ക പോലീസിനെ വിളിച്ചു കൂട്ടി നീയും നോറും നിന്റെ കുടുംബവും നോറും. മനസ്സിലായല്ലോ? എന്തും ചെയ്തരോ? എന്തും ചെയ്തരോ? ക്ഷമ എന്നാ എനിക്ക് എത്ര ലോൺ ഉണ്ടോ? മൊത്തത്തിൽ 2 ലോണുണ്ട്. 2 ലക്ഷത്തിന്റെ 2 ലോണുണ്ട്. ആ ലോണിനി നീ അടയ്ക്കും. അതെ നീ അടയ്ക്കും. നീ ചേച്ചി ഞാൻ ഇതെങ്ങനെ അടയ്ക്കും ചേച്ചി? അടയ്ക്കാൻ പറ്റൂലെങ്കിൽ പിന്നെ പറഞ്ഞാൽ മതി. വേറെ ഒന്നും ചുമ്മാ നല്ല പോലീസുകാർ വരും, നിന്റെ കുടുംബം നിറം പിള്ളേർ പോവും, എനിക്കൊരു പ്രശ്നമില്ല. ചേച്ചി എന്റെ വീട് ഒന്നാമത് ദാരിദ്ര്യത്തിലാണ്, ഞാൻ ഈ ലോൺ എങ്ങനെ അടയ്ക്കും ചേച്ചി? ചെറുക്കാ എനിക്കതൊന്നും അറിഞ്ഞൂടാ. നീ ഇനി മുതൽ എന്റെ ലോൺ അടയ്ക്കും. അടച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ ഇവിടെ നോറ്റിക്കും. ഏത് വേണം? നാറുന്ന ലോൺ അടയ്ക്കുന്നോ? എന്താ അടയ്ക്കാൻ ഓക്കെ അല്ലേ? അടയ്ക്കാൻ ചേച്ചി. എന്നാ ശരി പോട്ടെ ചേച്ചി. എന്തോ പോണേ. എന്ത് ചേച്ചി? എങ്ങാനും നീ ലോൺ അടച്ചില്ലെങ്കിലോ? നമുക്കപ്പോ അതിന് വേണ്ടി എനിക്കൊരു പ്രൂഫ് വേണ്ടേ? അമ്മയാണ് എന്നെ അടയ്ക്കാൻ ചേച്ചി. അമ്മയാണ്. നീ ഒരു കാര്യം ചെയ്യ്, എനിക്ക് പ്രൂഫ് ചെയ്തിട്ട് നീ പോയാൽ. എന്ത് പ്രൂഫ് ചേച്ചി? നമസ്കാരം.
എൻ്റെ പേര് ശ്യാം. മുണ്ടക്കയത്താണ് എൻ്റെ വീട്. ഞാൻ മിഡ്ലാൻഡ് ഫിനാൻസിൽ വർക്ക് ചെയ്യാണ്. ഞാൻ ലിസി ചേച്ചിയുടെ വീട്ടിൽ വന്ന് പിരിവിനായി വന്ന സമയത്ത് ഒരു കയ്യബദ്ധം സംഭവിച്ചു. ചേച്ചിയെ കയറി പീഡിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇനി എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടാവില്ല.